കരുനാഗപ്പള്ളി മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം നാടിന് സമർപ്പിച്ചു. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ സാമ്പത്തിക വർഷം 7 മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കിഫ്ബി വഴി 72 മേൽപ്പാലങ്ങളും KRDCA വഴി 27 മേൽപ്പാലങ്ങളും നിർമ്മിക്കാനാണ് പദ്ധതിയെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ലെവൽ ക്രോസുകളിൽ കുടുങ്ങിയുള്ള ഒരു നാടിന്റെ ദുരിതയാത്രയ്ക്കാണ് കരുനാഗപ്പള്ളി മാളിയേക്കൽ മേൽപ്പാലം തുറന്നതോടെ പരിഹാരമായത്. ധനമന്ത്രി KN ബാലഗോപാലാണ് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ഇതോടനുബന്ധിച്ചു ചേർന്ന സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഈ സാമ്പത്തിക വർഷം 7 മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും കിഫ്ബി വഴി 72 മേൽപ്പാലങ്ങളും KRDCA വഴി 27 മേൽപ്പാലങ്ങളും നിർമ്മിക്കാനാണ് പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 43 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് സഹായകരമാകുന്നത്. സോളാർ പാനലോട് കൂടിയ ലൈറ്റിംഗും ഈ പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃകയിൽ പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ മേൽപ്പാലമാണ് മാളിയേക്കൽ പാലം. നേരത്തെ ഗുരുവായൂരാണ് ഈ നിലയിൽ പൂർത്തിയാക്കാനായത്. RBDCK വഴി 72 മേൽപ്പാലങ്ങൾ നിർമ്മിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം, അതായത് 2021 മെയ് 20 പൂർത്തിയാക്കുന്ന പ്രധാനപ്പെട്ട മേൽപ്പാലമാണ് മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം, അതായത് 6ാമത്തെ മേൽപ്പാലം. 7 മേൽപ്പാലങ്ങൾ ഈ സാമ്പത്തിക വർഷം പൂർത്തിയാക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമ്മേളനത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. 42 കോടി രൂപയിലധികമായിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗം ഒഴികെ ഈ ഓവർബ്രിഡ്ജ് പണിയാൻ. 42 കോടി എന്ന് പറഞ്ഞാൽ എത്ര വലിയ തുകയാണെന്ന് നമുക്കറിയാം. ഞാൻ 42 കോടി രൂപ മുടക്കി ഇത്തരം ഒരു പാലം പണിയുന്നതിന് തീരുമാനിക്കാൻ ആധാരമായത് ഇത്തരം പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി സർക്കാർ എടുത്തൊരു നിലപാടാണ്. അത് കിഫ്ബി ഉപയോഗിച്ച് ഫണ്ട്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു കമ്പനി പോലൊരു സ്ഥാപനമാണ്. CR മഹേഷ് MLA സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളിയുടെ MLA-യുമായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത, ആത്മാവിൽ വിശ്വസിക്കുന്ന നമ്മളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മഹനീയമായ സാന്നിധ്യം അന്തരീക്ഷത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ നിമിത്തം കഴിഞ്ഞ സർക്കാരിൽ അനുവദിച്ച മേൽപ്പാലം, മാളിയേക്കൽ മേൽപ്പാലം, അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ നാടിന്റെ സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സംശയഭേദമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനിലസ് കലീലി ഭാഗം വസന്ത രമേശ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീഷൻ മോഹൻ, നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലം തുറന്നു നൽകിയ ശേഷം മന്ത്രിയും ജനപ്രതിനിധികളും ഉൾപ്പെടെ പാലത്തിലൂടെ നടന്നു കയറി. നൂറുകണക്കിന് പേർ ഇവരെ അനുഗമിക്കുകയും ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടത്തിയത്. ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളതും കൊല്ലം ജില്ലയിലാണ്. ചിറ്റുമൂല, മൈനാഗപ്പള്ളി, കൂട്ടിക്കട, മയ്യനാട്, SN കോളേജ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ മേൽപ്പാലങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.